കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലേ? അല്പം വൈകി. എങ്ങനെ വൈകാതിരിക്കും? ഇങ്ങോട്ടുള്ള വഴിയുടെ അവസ്ഥ അതല്ലേ? നല്ല തണുപ്പ്. ഇവിടെ ലൈറ്റൊന്നുമില്ലേ? ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. കൊള്ളാം. പൂർണ്ണ വെളിച്ചത്തിൽ കാണുന്നതിനേക്കാൾ ഈ പാലസിന് ഭംഗി ഈ വിളക്ക് വെട്ടത്തിലാണെന്ന് തോന്നുന്നു. വിശദമായിട്ട് നാളെ കാണാം. നല്ല യാത്രാക്ഷീണം. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഞാൻ വാങ്ങാൻ മറന്നു. ആരാ? ഞാനെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞിട്ട് വന്നതാ. ആഹാരം വരും. ബ്യൂട്ടിഫുൾ. പുറത്ത് നല്ല മഴയുണ്ടല്ലേ? വല്ലാതെ നനഞ്ഞിരിക്കുന്നു. ഒന്ന് പിഴിഞ്ഞെടുത്തോളൂ. കിടപ്പുമുറി എവിടെയെന്ന് നോക്കിയില്ല. ഒന്ന് കുടഞ്ഞു വിരിച്ചാൽ.
ഈ കാത്തിരിപ്പാണ് കഷ്ടം. നഗരത്തിലുള്ളവർക്ക് കൃത്യനിഷ്ഠയൊന്നുമില്ലേ? ആ ഹ. ഞാൻ ചെയ്യേണ്ട പണികളൊക്കെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. വിളക്കുകളൊക്കെ തുടച്ച് എണ്ണ ഒഴിച്ച് തിരിയിട്ടു. മുറികളൊക്കെ വൃത്തിയാക്കി, കിടക്കകളും വിരിച്ചു. ഇനി ഇനി എന്താ പണി? ഭക്ഷണം എല്ലാം പാകം ചെയ്യുന്നത് അവര് വന്നിട്ടാകാം. എന്താ പോരെ? വരുന്നവർ ഏത് തരക്കാരാണോ? ശംഭു, ആ? എല്ലാം ഒരുക്കിയാച്ചാ. ഒരുക്കി തത്ത. ആ, ഒന്നിനും ഒരു കുറവും വരക്കൂടാതെ. ശരി തത്ത. പേടിക്കണ്ട, നിങ്ങളുടെ കയ്യിൽ തേനുണ്ടോന്ന് അറിയാനാ. ഇല്ലമ്മ, തേനില്ല. വെറുതെ വേണ്ട, കാശ് തരാം. ഇല്ലമ്മ. അത് കള്ളം. ഇവരുടെ മുഖം കണ്ടാൽ അറിയാം മുളംകുറ്റിയിൽ തേനുണ്ട്. ഇല്ലമ്മ. ഇല്ലേ? ആഹാ. തേനുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഇപ്പൊ തെളിയിക്കാം. എങ്ങനെ? ആ, അതല്ലേ മന്ത്രം. ഈ ക്യാമറയിൽ ഞാൻ ഇവരുടെ ചിത്രങ്ങൾ എടുക്കാൻ പോവാ. തേനില്ലെങ്കിൽ എടുക്കുന്ന ഫോട്ടോയിൽ ഇവരുടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ കാണും. അഥവാ തേനുണ്ടെങ്കിൽ ഇതിൽ കിട്ടാൻ പോകുന്നത് ഇവരുടെ വസ്ത്രമില്ലാത്ത ഫോട്ടോ ആയിരിക്കും. റെഡി, 1. വേണ്ട അസ്മ, തേൻ കണ്ടോ, ഇതാണ് ശങ്കർലാലിന്റെ തേൻ മന്ത്രം. ഓം ക്രീം ഐസ്ക്രീമായ നമഃ. ചെല്ലു. രാജ് നല്ല തേൻ. ആഹാ. റെഡി. എന്താ മധുരം. നടു റോഡിൽ വെച്ച് തന്നെ വേണോ പ്രേമം? ഇത് റോഡല്ലല്ലോ, കാടല്ലേ. ഹണിമൂണിനെത്തുന്ന യുവമിഥുനങ്ങളെ ആശ്ലേഷിച്ചാനയിക്കാൻ കാത്തിരിക്കുന്ന സുന്ദരിയായ കാട്. മായേ, നിന്റെ ഹസ ആളൊരു കവിയാണെന്ന് തോന്നുന്നു. കവി ആയിക്കോട്ടെ, കവിഷാകാതിരുന്നാ മതി. നിങ്ങൾ യുവം ഇത് ഞങ്ങൾ റോഡിൽ ഇങ്ങനെ ആക്ഷേപിച്ച് നിന്നാലേ ബാക്കിയുള്ളവരുടെ കാര്യം കഷ്ടത്തിലാവും. വിശന്ന് കൊടല് കത്തുന്നു. അതെ, ആക്ഷേപിച്ചല്ല, ആശ്ലേഷിച്ച്. ഈ ഹിഡുമ്പിയും കൂടി കൊണ്ടുപോരാന്ന് താര പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ പാരാവും. ഞാനോ? വേണ്ട താര, നിന്റെ പതിയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇടിച്ചവന്റെ WWF ഓടിച്ചു കളയും ഞാൻ. വന്ന് വണ്ടി കയറ്. WWF ഇനിയും നമുക്ക് ആവശ്യമുള്ളതാ. വേഗം വന്ന് വണ്ടി കയറ്. വേഗം വാ. അയ്യോ. താര, നിന്റെ ഗ്രാൻഡ് പേയുടെ സമർ പാലസ് കൊള്ളാലോ. അടിപൊളി. ഞങ്ങൾ എപ്പോഴും അവിടെ വരണേ. ഫസ്റ്റ് ടൈം. ആഹാ. സമ്മർ പാലസിനെ കുറിച്ച് പറയുന്നല്ലാതെ ഇന്ന് വരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇവരുടെ ഗ്രാൻഡ് പപ്പയുടെ രഹസ്യ സംഖ്യമായിരിക്കും. ശങ്കരേ, നമസ്കാരം. ജംബു അല്ലേ? ജംബു അല്ല, ശംഭുവാണ്. രണ്ടും ഒന്ന് തന്നെയാ. വണ്ടിയിലുള്ള ലഗേജ് ഒക്കെ എടുത്ത് അകത്ത് വെച്ചേക്ക്. പിന്നെ ബാക്കിൽ ഒരു വലിയ ലഗേജ് കിടപ്പുണ്ട്. ഉണർത്താതെ എടുത്ത് അകത്ത് വെച്ചേക്കണം. ശരി. Come on, children. ഹലോ. ശംഭു, വേഗമാകട്ടെ. ശവപ്പെട്ടിയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. തൊട്ടു മുമ്പിൽ നിന്ന് വില്യംസിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഞരമ്പ് കടച്ചു പൊട്ടിച്ചവൻ ചോര കുടിച്ചു. മിസ്റ്റർ കാർൽ മാർക്സ്, നിങ്ങൾ ഇവിടെ? ഓ, വൗച്ചർ, സ്വീറ്റ് നെയിം. ഞാൻ എവിടെയാണ്? ഏതാണ് ഈ സ്ഥലം? പതുക്കെ പതുക്കെ. അയ്യോ, ഡ്രാക്കുള കോട്ട. അല്ല സർ, സമ്മർ ഓ യെസ് യെസ്, രവീന്ദ്രൻ മുതലാളി താമസിച്ചിരുന്ന ബംഗ്ലാവാ. ശരിയാ, ഞാനത് മറന്നു. ഇങ്ങോട്ടായിരുന്നല്ലോ യാത്ര തിരിച്ചത്. അവരൊക്കെ എവിടെ? അവരകത്തേക്ക് പോയി. ഓക്കെ ഓക്കെ.
അച്ഛാ ബഹുത്തച്ഛ എന്റെ പുതിയ നോവൽ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. കട്ടച്ചോര കൊണ്ടൊരു കൊട്ടാരം. ആ. ആഹാ കൊള്ളാം. അടിപൊളി മുറി. നമ്മുടെ ഹണിമൂൺ ഇവിടെ തന്നെ. ആർക്കും പ്രവേശനമില്ല. ശംഭുവേ, ശംഭു സാർ ആ താഴെയുള്ള ബാഗുകളും കൊണ്ടുവന്നേക്ക്. കൊണ്ടുവരാൻ സാർ. ആ ആ ശംഭുവേ, അവരൊക്കെ എന്ത് ചെയ്യാം? മുറികൾ നോക്കുക. ആഹാ, ഒരു കാര്യം ചെയ്യും, അവരൊക്കെ ഹെൽപ്പ് ചെയ്തേക്ക്. ചെല്ലു ചെല്ലു. ആ ശംഭു, താഴെ ടീപ്പോയിൽ ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്, അതിങ് എടുത്തോളൂ. ആ ശരി. ആഹാ. ഓ രാജ്, പതുക്കെ. അവര് വിചാരിക്കും നമ്മൾ വന്നപ്പോഴേ ഫസ്റ്റ് നൈറ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന്. you naughty. അയ്യോ എന്താ? യ്യോ. മോളെ ഇല്ല, അതിന് മുമ്പേ. അങ്ങോട്ട് മാറ്റി. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്? അപ്പോ ഇവിടെ തന്നെ കൂടാല്ലേ? കൂടാൻ ഇതെന്താ തേനീച്ചപ്പെട്ടിയാ? എന്താ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അങ്കിൾ എങ്ങനെ ഒരു നോവലിസ്റ്റ് ആയത്? സത്യം. അങ്കിൾ, നിങ്ങൾക്ക് രണ്ടാൾക്കും അപ്പുറത്തെ വിശാലമായ മുറിയില്ലേ? ഇടുമ്പി ആന്റിക്കും ഹിച്ച്കോക്ക് അങ്കിളിനും കൂർക്കം വലിക്കാനും നോവൽ എഴുതാനും അതല്ലേ കൂടുതൽ സൗകര്യം? മായ, നിന്റെയും താരയുടെയും ഭർത്താക്കന്മാര് പലപ്പോഴായി എന്നെ ഹിഡിമ്പിയെന്ന് വിളിച്ച് കളിയാക്കുന്നു. എപ്പോഴാണ് ഞാൻ യഥാർത്ഥ ഹിഡിമ്പിയെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ വാർണിംഗ്. ഫോളോ മീ ഗോവിന്ദ്. പൊക്കോ, നടക്കൂ. അയ്യോ, ഈ രൂപത്തെ പിന്നെ വേറെ എന്താ വിളിക്കുക? നീ വാ. ഇത് നിർത്തിയില്ലേ? എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. വേറൊന്നുമില്ല, ഞാനും ബബ്ബും അടുത്ത മുറിയിലുണ്ട്. രാത്രി എന്തെങ്കിലും അപശബ്ദങ്ങൾ കേട്ടാ അങ്കിള് കഥ എഴുതുകയാണെന്ന് കരുതരുത്, ഒന്ന് നോക്കിയേക്കണം. ബബ്ബു നല്ല മൂടിലാ. അതിന് ഇവിടെ മൂടേ ഇല്ലല്ലോ. ബാക്കി അവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല മുറി. എന്നാൽ ഇത് അവർക്കാർക്കെങ്കിലും കൊടുക്കാം. അവര് മുറികൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓഹോ, ആട്ടെ ശംഭു എവിടെ താമസിക്കുന്നേ? ഇവിടെ തന്നെ ഏ? എന്ന് പറഞ്ഞ ഈ ബംഗ്ലാവിൽ തന്നെ സ്വീകരണ മുറിയിലാണ് ഞാൻ കിടക്കണേ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ, ഞാൻ എത്തിക്കോളാം. ഓക്കെ. സോറി. സാരല്ല, ഞാൻ എടുത്തു വെക്കാം. അയ്യോ. ക്ഷമിക്കണം. എന്താ? ഒന്നുമില്ല. നല്ല തമാശ എനിക്ക് പറ, ഞങ്ങൾക്ക് ചിരിക്കാമല്ലോ. ഏയ് ഒന്നുമില്ല. ശംഭു. സാർ. ആ ശംഭു സാർ. ആ, ഞങ്ങൾക്കൊന്ന് മുങ്ങി കുളിക്കണമല്ലോ. അതിന് പറ്റിയ സ്ഥലം വല്ലതും ഇവിടെ അടുത്തുണ്ടോ? ഉണ്ട്, നല്ലൊരു അരുവിയുണ്ട്. ആ. പക്ഷേ ഇത്തിരി അകത്തേക്ക് പോണം. അത് സാരമില്ല. ആ, താരേ, ആ, മായേ, ആ വാ വാ. ദേ, ഇവിടെ അടുത്ത് മുങ്ങി കുളിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. പോരുന്നോ? ഓ ഞാൻ ready. അതിരിക്കട്ടെ. ഈ സ്ഥലം എങ്ങനെയുണ്ട്? നല്ല സ്ഥലമാണ്. അതായത് പ്രകൃതി നമുക്കായി ഒരുക്കിയ മനോഹരമായ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാം. എങ്കിൽ പോകാം. കഥയ്ക്ക് പറ്റിയ വല്ല ഇൻസ്പിരേഷനും കിട്ടിയാലോ? അനുഭവങ്ങളാണല്ലോ ഒരു കഥാകാരനെ നയിക്കുന്നത്. നീ- ബബ്ബു, നീ കൂടെ ചെല്ലേ. ചൽത്തി. ശരി ദത്ത. ആ, ആദ്യം ഞാൻ ചാടട്ടെ. ഓ. ഓ, തണുപ്പുണ്ടോ താരേച്ചി? നല്ല സുഖമുള്ള തണുപ്പ്. ചാടണ്ടേ? ഓ, അങ്ങോട്ട് ചാട്. എന്താ അങ്കിള് ചാടുന്നില്ലേ? അയ്യോ, എനിക്ക് നീന്താൻ അറിയത്തില്ല. ഏയ്, ലുക്കി, എവിടെ പോയി പഠിച്ചിട്ട് വാ. ഏയ്, come on. എന്താ രശ്മി ഇറങ്ങുന്നില്ലേ? ഇല്ല. നമുക്ക് തുടങ്ങണ്ടേ? ആ, എപ്പ തുടങ്ങിന് ചോദിച്ചാ പോരെ. ക്യാമറ പിടിച്ചേ. ആ, ബാബാ, സ്റ്റില്ലൊക്കെ എടുത്തോ. ഏയ്, രശ്മി വാ. ഞാനില്ല. വരൻ. വരൻ. ബബ്ബു, ബബ്ബു, ഉയ്യോ, മീൻ കൊത്തണം, സൂക്ഷിക്കണം. ആ ശംഭുവേ, നീ പോക്കോ, ഞങ്ങൾ വന്നോ. ശരി. ആ, പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. പതുക്കെ, പതുക്കെ, പതുക്കെ. ഇങ്ങോട്ട് വാ, ഇവിടെ നല്ല താഴ്ചയാ.
അങ്കിൾ എവിടെ? അങ്കിൾ എവിടെ പോയി? ഗോപി, ശങ്കർ, എന്താ അങ്കിളിനെ കാണാനില്ല. രാജേട്ടാ, ഇപ്പുറത്ത് നോക്കൂ. എന്തായി? കാണുന്നില്ല. ശങ്കർ, അവിടെ നോക്ക്. കിനാവള്ളി പിടിച്ച് വള്ളി, കിനാവള്ളി ഒന്ന് മൂത്രമൊഴിക്കാൻ പോയതാ. വെള്ളത്തിനടിയിലോ? അത് ശീലമായി പോയി. ഈ അനുഭവ കഥ ഞാൻ എന്റെ പുതിയ പൈശാചിക നോവലായി എഴുതും. ആ, എന്നാൽ അതിന്റെ ടൈറ്റിൽ ഞാൻ പറയാം. ഹിച്ച്കോക്കിനെ പിടിച്ച കിനാവള്ളി. ശംഭുവേ, എന്താ സർ? ഈ കാളിവനത്തില് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെന്തൊക്കെയാ ഉള്ളത്? ഞാനത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ആദിവാസികളുടെ കോവിലിൽ നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു ആഘോഷം ഒരുക്കിയിരിക്കുക. ഞങ്ങൾക്ക് വേണ്ടിയോ? അതെ, കല്യാണം കഴിഞ്ഞു വരുന്ന പെണ്ണുക്കും പുരുഷനും മാലയിടുന്ന ഒരു ചടങ്ങുണ്ട് അവിടെ. ആഹാ. ആട്ടും പാട്ടും കൊട്ടും ഒക്കെ ഉണ്ടാവും. ആ, കാണാൻ നല്ല രസമാണ്. ഓ, വാ. കിസ്മത്ത് വാലാഹി, അത് നന്നായി. തിരിച്ച് ഡൽഹി ചെല്ലുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മമ്മിയോടും ഗ്രാൻഡ് പപ്പയോടും പറയാലോ ഞങ്ങൾ ഹണിമൂൺ ആഘോഷിച്ചത് ആദിവാസികളോടൊപ്പമായിരുന്നു. പറയാം പറയാം. അതിന്റെ കൂടെ പ്രത്യേകിച്ച് കിനാവള്ളിയുടെ കാര്യവും പറയാം. രാത്രി ആദിവാസി നൃത്തം. അപ്പോ പകലോ? ബലിപ്പാറ കാണാം, കരിവീരൻ മല കാണാം, വള്ളിയമ്പലവും കാണാം. ഇതൊക്കെ എന്താ? ഒക്കെ അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് നേരം പുലരുന്നതേ ഉള്ളൂ. അതെ, പൂവൻ കോഴിയെ കഴിച്ചോണ്ടായിരിക്കും. ഓഹോ, അത് പൂവനായിരുന്നു. എങ്കിലിന്ന് ബബ്ബു കൂവും. ഗുഡ് നൈറ്റ് ശംഭു. ഗുഡ് നൈറ്റ്. ഈശ്വരൻ സൃഷ്ടിച്ച എല്ലാ അഴകും ഒഴുകിയെത്തിയ ഒരിടം. കാളീവനം. എപ്പോഴുമുള്ള തണുത്ത കാറ്റ്. എവിടേക്കോ വളരുന്ന ഔഷധ ചെടികളുടെ സുഗന്ധമുണ്ട് ഈ കാറ്റിന്. എങ്കിലും പാലസിന്റെ നിശബ്ദതയിൽ മനസ്സിനെവിടെയോ ഒരു പേടി പോലെ. പിന്നെ കാവലിന് ശംഭു ഉണ്ടല്ലോ എന്നൊരു ധൈര്യമുണ്ട്. ശംഭു, ശംഭുവിനെ കുറിച്ച് വിശദമായി നാളെ എഴുതാം. ശങ്കർ, വെറുതെ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ശങ്കർ, താര, നീ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഹൃദയം തുറന്ന് ചിരിക്കുന്ന കാണുമ്പോ എനിക്ക് എന്തുമാത്രം സന്തോഷമാണെന്നറിയോ? താര, എന്റെ ഭാര്യയായതിൽ നീ ശരിക്കും ഹാപ്പിയാണോ? മണ്ട, എന്തിനാ വെറുതെ മണ്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കണേ? ഞാൻ പിന്നെ ഹാപ്പി അല്ലേ? സത്യമാണോ? പോടുന്ന്. ഒരിക്കലും അവൾ കരുതിയില്ല അവനൊരു പ്രേതാത്മാവാണെന്ന്. അവൾ ശാന്തമായി ഉറങ്ങി. അവൾ
തീറ്റ ഉറക്കോ മാത്രം. അവൾ ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ അവൻ മെല്ലെ എഴുന്നേറ്റു. ദൂരെ എവിടെയോ ഒരു കുറുക്കന്റെ ഓരിയിടൽ. അവന്റെ വായിൽ നിന്നും 2 കൂർത്ത പല്ലുകൾ പുറത്തേക്ക് വന്നു. അതിൽ രക്തം പുരണ്ടിരുന്നു. ചില്ലകളിൽ പുലരികൾ തോരയിടും നിറമുള്ളതാവണികൾ നീയണിഞ്ഞ മേനി ചന്തങ്ങൾ മോളായിരുന്നോ? മോള് പേടിച്ചോ? ശംഭു സർ, ആരാ പാടിയത്? അറിയില്ല. ഒരു ഗസൽ മൂടാണ് ആ പാട്ടിന്. എനിക്കതൊരു പ്രേതപ്പാട്ടായിട്ടാണ് തോന്നിയത്. ഗതി കിട്ടാത്ത ഏതോ ആത്മാവിന്റെ വിലാപം. അങ്കിൾ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട കേട്ടോ. പ്രേതോ? ഓഹോ. ഞാനാ വാച്ച്മാൻ. ഓ, വാച്ച്മാൻ. കേട്ടോ മോളെ, ഇതേ കോലത്തിൽ ഒരു റാന്തൽ ചുമട്ടുകാരൻ എന്റെ എല്ലാ നോവലിലും കാണാറുണ്ട്. എന്തിനാ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ വെറുതെ പേടിപ്പിക്കുന്നത്? ബബ്ലുവിന്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നത്. അയ്യോ, അവൾ ഇനി അടങ്ങിയില്ലേ? എന്താ, എന്ത് പറ്റി? അയ്യോ, അതൊരു വവ്വാലല്ലേ? പാവം. എന്ത് പറ്റിയോ? ഇതുവരെ നീ എന്നെ പീഡിപ്പിച്ചു, ഇപ്പൊ നീ എല്ലാവരെയും പേടിപ്പിച്ചല്ലോ. കൂട്ടിപ്പിടി. അവന്റെ ചിറകടിക്കാൻ അനുവദിക്കരുത്. വവ്വാൽ, മനുഷ്യരക്തം കുടിക്കുന്ന വവ്വാൽ. എന്താ, എന്ത് പറ്റി? പൊള്ളി, മാറ്റിപ്പിടി. ശംഭു ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണോ? അല്ല, അങ്ങേ ഗ്രാമത്തിൽ രാജപുരം എന്ന് പറയും. അച്ഛനും അമ്മയും? അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലൊരു വേനലവധിക്ക് എസ്റ്റേറ്റ് കാണാൻ വന്നുപോയ ഏതോ ഒരു കോടീശ്വരനാണ് അച്ഛനെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോഴേ അറിഞ്ഞത്. അമ്മ? ഞാൻ ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോ എന്നെ മുത്തശ്ശനെ ഏൽപ്പിച്ചിട്ട് അച്ഛനെ തേടി നഗരത്തിലേക്ക് പോയതാണ് അമ്മ. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. മുത്തശ്ശനായിരുന്നു ഇവിടുത്തെ കാവൽക്കാരൻ. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ മുത്തശ്ശനായിരുന്നു. മുത്തശ്ശന് വയ്യാണ്ടായപ്പോ ഞാൻ ഇവിടുത്തെ കാവൽക്കാരനായി. അതുകൊണ്ട് നമുക്ക് തമ്മിൽ പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. ഏയ്, ഒന്നുമില്ല. ആദിവാസികളുടെ സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. ദാ ഇവിടെ ഒരു ആദിവാസി. സാർ, സാർ. ഫാന്റാസ്റ്റിക്. വിനോദേ, ഇയാൾക്ക് കറക്റ്റ് ലുക്ക. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇയാളിൽ നിന്നും ആരംഭിക്കുന്നു. നോട്ട് ചെയ്തോളൂ. ശരി സാർ. കാട്, കാറ്റും കാട്ടാറുകളും കാട്ടാനകളും ചൂളമടിച്ച് ചിഹ്നം വിളിച്ച് കനത്ത് കറുത്ത് കലങ്ങി നിൽക്കുന്ന കാട്. കറുത്ത സുന്ദരിയായ കാട്. സാർ, ഇവിടെ മൊത്തത്തിലൊരു പച്ചപ്പല്ലേ സാറേ, കറുപ്പല്ലല്ലോ. വിനോദ്, നീ എന്റെ അസിസ്റ്റന്റ് ആണ്. ഐ ആം ദ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. എന്നെ ഉപദേശിക്കാൻ വരണ്ട. അണ്ടർസ്റ്റാൻഡ്? ശരി സാർ. എന്റെ മനസ്സിലെ കാടിന് കറുപ്പ് നിറമാണ്. കാട്, കറുത്ത കാട്.
കേട്ടിട്ടില്ലേ ആ പാട്ട്? അത് മാത്രമല്ല നഴ്സറി ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. കാട് കറുപ്പ്, വീട് വെളുപ്പ്. ആ എഴുതിക്കോളൂ. ശരി സാർ. അപ്പോ കറുത്ത കാട്. കാട്ടിൽ നിന്നും മെല്ലെ ഒഴുകി വരുന്ന ക്യാമറ. ക്യാമറയുടെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറുന്ന ആദിവാസി. അല്ല സാർ, അതിന് ക്യാമറമാൻ സമ്മതിക്കോ? എന്നെ കൊണ്ട് വടിയെടുപ്പിക്കരുത്. വലിഞ്ഞു കയറുന്നു എന്ന് പറഞ്ഞാൽ ഫ്രെയിമിൽ വരുന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആ, അയാളുടെ ദൈന്യം നിറഞ്ഞ കണ്ണുകളിൽ ഒരു പഴയ കഥയുടെ കത്തിക്കരിഞ്ഞ മണം. എഴുതിക്കോളൂ. ശരി സാർ. ദൂരെ നിന്നും ഒരു ആദിവാസി ഗാനം അലയടിക്കുന്നു. പാറപ്പുറത്ത് വത്തല് താത്താൻ പോയോടാദായന്മാരെ. അവിടെ എന്റെ മെഗാ സീരിയലിന്റെ ടൈറ്റിൽസ് തെളിയുന്നു. കാടവിടെ മക്കളെ, കാട്ടിക്കിടന്നൊരു മലമ്പാമ്പാണേ എങ്ങടയപ്പനെ കൊല്ലി. അവിടെ ഫ്രീസ്. ടൈറ്റിൽ, കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ, സംഗീതം, സംവിധാനം മെഗാ ഭാഗ്യരാജ് അണ്ടിപ്പള്ളിക്കാവ്. എന്താ പേരെന്താ പറഞ്ഞത്? മെഗാ ഭാഗ്യരാജ് അണ്ടിപ്പള്ളിക്കാവ്. എന്റെ മെഗാ സീരിയലുകളെ കുറിച്ച് കേട്ട് കാണും. കണ്ണീർ, കണ്ണീർ കടൽ, കണ്ണീർ ജന്മം, കണ്ണീർ കുഴമ്പ്, കണ്ണീർ കണ്ണീർ, കണ്ണീർ കൊണ്ട് തുലാഭാരം, കണ്ണീർ കൊണ്ട് ഒരു ഉപ്പേരി. ഇവിടെ കേബിൾ ടി വി കിട്ടുമോ ചേട്ടാ? എന്റെ മനസമാധാനം തകർത്ത മെഗാദ്രോഹി, നിന്റെ മെഗാ സീരിയൽ കണ്ടിട്ടാണ് എന്റെ മനസ്സിന്റെ സമനില തെറ്റിയത്. അല്പ സ്വസ്ഥ അന്വേഷിച്ചാ ഞാൻ ഈ കാട്ടിൽ വന്നത്. ഇവിടെ നീ സമാധാനം തരില്ലടാ. അത് ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ച ഈ ഭാവന എന്റെ, അതായത് ഞാൻ ചേട്ടാ കല്ലെടുക്കുന്നത് വിനോദം വിട്ടോ ചേട്ടാ. കാടിനകത്ത് മനുഷ്യര് താമസിക്കുന്ന ബംഗ്ലാവ്. ചിലപ്പോ എനിക്ക് ഇവിടുന്ന് ഐഡിയ കിട്ടും. കേട്ടിക്കോ. ആഹാ, കൊള്ളാം സാർ. നല്ല അറ്റ്മോസ്ഫിയർ. അത് ഞാനാ പറയേണ്ടത്. നല്ല അറ്റ്മോസ്ഫിയർ. ഹലോ, നിങ്ങൾ ആരാ? വാട്ട്? ഇന്ത്യയിൽ ഇതുവരെ ആരും എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടില്ല അല്ലേ? അതെ സാർ. യെസ്. കാരണം ഐ ആം എ ഫേമസ് ഡയറക്ടർ. വന്യമൃഗ സംരക്ഷണ ബോർഡിന്റെ ഡയറക്ടറാണോ? നോ നോ, മെഗാ സീരിയൽ ഡയറക്ടർ. ഡയറക്ടർ മെഗാ ഭാഗ്യരാജ് അണ്ടിപ്പള്ളിക്കാവ്. ഇപ്പൊ നിങ്ങളൊന്നും ഞെട്ടിയില്ലേ? ഇല്ല, ഞങ്ങൾ ഈ വക ചവറുകളൊന്നും കാണാറില്ല. ബെസ്റ്റ് കോമഡി. ബൈ ദ വേ, ഇതെന്താ ഗസ്റ്റ് ഹൗസോ സത്രമോ വല്ലതുമാണോ? ഒരു റൂം കിട്ടുമെന്ന് അറിയാം. റൂം കിട്ടില്ല, ഇത് ഞങ്ങളുടെ വീടാ. ഓ, അത് ശരി. എന്താ പേര്? ഹലോ ഹലോ, ഇവിടെ ആ, എന്താ കുട്ടിയുടെ പേര്? താര, എന്റെ ഭാര്യ. കണ്ടാ പറയല്ലേ കേട്ടോ. എന്ത്? അല്ല, വിവാഹിതയാണെന്ന്. ആള് ഭാഗ്യവാൻ തന്നെ കേട്ടോ. എന്തോ? അല്ല, കുട്ടി ഭാഗ്യവതിയാ. സാറിനെ പോലുള്ള ഒരാളെ കിട്ടിയില്ലേ? ആട്ടെ, നമ്മളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതെ, കാടവിടെ മക്കളെ എന്ന പേരിൽ 2361 എപ്പിസോഡുള്ള ഒരു മെഗാ സീരിയൽ ഞാൻ എടുക്കുന്നുണ്ട്. അതിന്റെ രചനയുമായി ബന്ധപ്പെട്ട് വന്നതാ. ഓ, അപ്പൊ നിങ്ങളുടെ അന്ത്യവും ഇവിടെ തന്നെ. അല്ല, ഇത് അത്ര എടുത്തു തീരുമ്പോഴേക്ക് ഈ കാട്ടിൽ തന്നെ സമാധിയാവൂ എന്ന് പറഞ്ഞു. ഓ, എന്ന് ബ്രദേഴ്സ് ആൻഡ് ഡിയർ ഗേൾസ്, നിങ്ങൾക്ക് എന്നെ കൂടി ഇവിടെ ഒന്ന് സ്പോൺസർ ചെയ്യാമോ? ബുദ്ധിമുട്ടാണ്. ചെറിയൊരു ഗ്യാപ്പ് തന്നാ മതി. ഞാൻ എഡിറ്റ് ചെയ്ത് അകത്ത് കയറിക്കോളാം. ഇല്ല, ഗ്യാപ്പ് ഇല്ല. ഓക്കെ ഓക്കെ. എന്നാൽ ഈ വനമാതാവിന്റെ മടിത്തട്ടിൽ എവിടെയെങ്കിലും ഞാൻ അഭയം തേടാം. വരട്ടെ. അതായിരിക്കും നല്ലത്. സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? എന്താ വേഷം? ആദിവാസി രാജ്ഞി. എടാ. ഇത് അറ്റാക്കിംഗ് ടൈപ്പ്. ഞാൻ ഇയാളെ ഏതോ TV സീരിയലിൽ കണ്ടിട്ടുണ്ട്. ചിന്ത. ഇവൻ ചിന്തയൊന്നുമല്ല, ഏതോ ചന്തയാ. ഇവനെ മിക്കവാറും ആദിവാസികൾ ബലിപ്പാറയ്ക്ക് കൊണ്ടുപോകും. അബ്ബു, ഡോണ്ട് ക്രൈ.
താങ്ക് യു. ஓஹோய் ஓஹோய் இனி எங்களோட சடங்கு இந்த பக்கம் வாங்கம்மா. ഇങ്ങോട്ട് നിൽക്ക്. ரெண்டு பேரும் ஜோடி ஜோடியா நில்லுங்க. பூசாரி மாலை எடுத்துட்டு வா. നീ അടങ്ങി ഒരിക്കൽ കഴിഞ്ഞതല്ലേ? എന്താ എന്താ ഇതായിരിക്കും ഇവിടുത്തെ രജിസ്റ്റർ മാരേജ് ഇല്ലേ? ரெண்டு பேரும் மாலை மாத்தீங்க. போட்டுக்கம்மா. போடுங்க. காளியாத்த அருள்ல நீங்க நல்லா കാട്ടുകളിലെ മൂപ്പ இருக்கு. கொண்டு வாமா. വരും തരും. എന്താ சாப்பிடுங்க. അവന് കൊടുക്കണ്ട. பரவாயில்ல സാറേ சாப்பிடுங்க. എനിക്കിതാ. சாப்பிடுங்க. சாப்பிடு. സ്വയംബൻ. நேத்து ஆட்டமும் பாட்டு நடக்கும்போது நீ சொன்னது எதுவும் புரியல. ഇയാൾ എന്താ പറയണേ? ഇന്നലെ സാറ് പറഞ്ഞൊന്നും അയക്ക് മനസ്സിലായില്ലെന്ന്. ഈശ്വര ചതിച്ചോ? പിന്നെ ഇന്നലെ രാത്രി ഇയാൾ തലയാട്ടൊക്കെ ചെയ്തു കള്ളും തന്നല്ലോ. ഒണ്ണ തടി മാത്രമേ ഉള്ളൂ. என்ன சொன்ன? ഏയ് ഒന്നുമില്ല. വില്ല ഇല്ല വില്ല. இந்த காட்டுக்குள்ள எதுக்காக வந்த? ഇവിടെയുള്ള കാട്ടു മനുഷ്യരെ പുടിക്കരുത്. അതെ അതെ. எங்களை புடிச்சிட்டு போக வந்திருக்கியா? டேய் மல்லா சுங்கா மாரப்பா. என்ன மூப்பா? അയ്യോ நம்மள புடிச்சிட்டு போக வந்திருக்காங்களாம். இவங்களை விட கூடாது. புடிச்சு கட்டுங்களா அவங்கள. അയ്യോ മൂപ്പിലാനെ. അയ്യോ മൂപ്പിലാനല്ല മൂപ്പൻ. മൂപ്പ അങ്ങനത്തെ പിടിക്കലല്ല. ഇത് പടം, സിനിമ, സീരിയൽ, മെഗാ സീരിയൽ. என்னது? അത് വന്ന് ഇങ്ങ താമസിക്കുന്ന നിങ്ങളുടെ ആളുകളെ എല്ലാം എടുത്ത് ഉലകത്തിന് മുമ്പ് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പടം പിടിക്കാൻ പോകുന്നു. അത് വന്ന് ഉങ്ങളുടെ ആട്ടം, പാട്ട്, രക്ത കണ്ണീർ, പുകുந்த വീട് പിറന്ന വീട്. വീടല്ല കാട്. புகுந்த காடு பிறந்த காடு எல்லாமே ஷூட் பண்ண போறேன். எங்களை ஷூட் பண்ண போறியா? ஐயோ அந்த ஷூட்டிங் அல்ல, கேமரா. ഞാൻ തമിഴ് പറയുമ്പോ തെലുങ്കായി പോകില്ലേ? ஓ அப்படியா? ആമാ. ஆமா. மன்னிச்சிடுங்க சாமி, மன்னிச்சிடுங்க. நீங்க போங்கடா. சரி மூப்பா. வாங்க சாமி. உட்காருங்க. നന്ദി. നന്ദി. உட்காருங்க சாமி, உட்காருங்க. இது வள்ளி. என் மக. இவ உங்களுக்கு எல்லாமே காமிச்சு தருவா. எங்க ஜீவிதம். ഓ ജീവിതം. വള്ളി നമ്മുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു കൊച്ചു കള്ളിയാ. സാറിന്റെ പഴയ ഏർപ്പാടോടൊന്നും ഇവിടെ ഇറക്കിയേക്കല്ലേ, തീക്കളിയാവും. ഷട്ടപ്പ്. മനഃശാസ്ത്രപരമായ ഡീലിംഗിലൂടെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള പെണ്ണുങ്ങളെ നമുക്ക് കീഴടക്കാം. ഞാനത് എത്രയോ പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാ. என்ன சொன்னீங்க? ഒന്നുമില്ല. മൂപ്പന്റെ ഈ താടി കണ്ട എന്റെ വീട്ടിലൊരു ചെമ്മരിയാടുണ്ട്, അതിന്റെ ഓർമ്മ വരും. അയ്യോ എന്തു പറ്റി? പതുക്കെ. ഞാനിപ്പോ വരാം.
ഏത് കഥാപാത്രമാണ് ഗോവിന്ദനെ ഇത്രയും ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഓ, ഡിസ്റ്റർബ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആദ്യം നീ നിന്റെ വാക്കൊരു ഒഴിവ് കൊടുക്ക്. ഒരുത്തി ക്യാമറ ആയിട്ട് പുറത്തു പോയിട്ട് മണിക്കൂർ അത്രയായി. എന്താ യാതാ നീ ഇതൊരു അന്വേഷിച്ചോ? ആന്റിയാണ് അത്രയാ ആന്റി. ഓ, അതാണോ കാര്യം? ഗോവിന്ദ് വെറുതെ ടെൻഷൻ അടിക്കണ്ട. കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, അവളിങ് വരും. തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേ ഉത്തരവാദിത്തപ്പെട്ടവരോട് മറുപടി പറയേണ്ടത് ഞാനാ. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം പഠിച്ചു വരുന്തോറും എന്റെ ഭയവും കൂടി വരിക. ദേ, രശ്മി വന്നല്ലോ. മോളെ, എന്ത് പറ്റി കുട്ടി നിനക്ക്? ചെറുതായിട്ടൊന്ന് വീണു, കാലൊളിക്കിട്ടുണ്ട്. വാ മോളെ. 2 ദിവസത്തേക്ക് കാലനക്കരുത്, നീര് വരും. അവരൊക്കെ എവിടെ പോയി സർ? ഹണ്ടിങ്ങിന് പോയി. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഞങ്ങൾ ഇതിലേ പോകാം. ഇവിടെ ഒരു ബലിപ്പാറയുണ്ട്. തെറ്റ് ചെയ്യുന്ന ആദിവാസികളെ കുരുതി കൊടുക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ അതൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോഴേക്കും ഞങ്ങള് ഫുഡിനുള്ള വക ഒപ്പിക്കാം. ഓക്കെ. ശങ്കർ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചോണ്ട് വരും. അതെ അതെ. ലുക്ക് ബ്യൂട്ടിഫുൾ. അവിടെ മുകളിൽ നോക്ക്. ഈ ബലിപ്പാറയ്ക്കപ്പുറത്തെ കരിവീരൻ മലയെന്നൊരു മലയുണ്ടത്രേ. ഈ വനം കാത്തുരക്ഷിക്കാൻ വേണ്ടി തപസ് ചെയ്ത് പാറയായി മാറിയതാണത്രേ ഈ കരിവീരൻ. ശങ്കർ, രാജേട്ടന്റെ ശബ്ദമല്ലേ അത്? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നീ വാ. രാജ്, ശങ്കർ, രാജ്, 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 എന്താ? എന്ത് പറ്റി? ധാരെ കാണാനില്ല. നമുക്ക് നോക്കാം. വാ, വാ. രാജ്, എടാ.
വാശകരെ വാ. കരയാതിരിക്കേ. കമോൺ വാ. ഇങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് ആരും അറിയണ്ട. അവര് വെറുതെ പേടിക്കും. അപ്പൊ അത് ഓക്കെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ സീരിയലിൽ വരും. വള്ളി, ഇനി ഒരു ഡൗട്ട്. നിന്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ പെണ്ണുങ്ങൾ കൂടുതലും ആണുങ്ങൾ കുറവുമല്ലേ? അപ്പോ കല്യാണം എങ്ങനെ എപ്പടി? அது வந்து ரெண்டு ஆம்பளைகள் தம்பி சண்டை நடத்துவார். ஜெயிக்கிறவന് രണ്ട് പൊണ്ടാട്ടി, തോക്കറവന് ഒരു പൊണ്ടാട്ടി. അത് കൊള്ളാലോ. അപ്പൊ എനിക്ക് തോറ്റാ മതി. എന്നെ சொன்னே? അല്ല, തോറ്റ ഒരു കല്യാണം മട്ടും ചെയ്താ മതിയല്ലോ. ഇനി ഒരു സത്യം പറയട്ടെ. இந்த കൂട്ടത്തിലെ എനിക്ക് നിന്നെ മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. ഉണ്മയാ? ഞാൻ ഉന്നെ കല്യാണം പണിട്ടുമാ വള്ളി. உன்னோட அப்பன் மூப்பன் வெறும் ஷப்பன். அவங்க ഊതി വീർത്ത ബലൂൺ മാതിരി. ഒരു ദിവസം അയാളുടെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. നോക്കിക്കോ. പിന്നെ നിന്റെ എന്നടാ சொன்ன? ഈശ്വര, ചതിച്ചോ? അയോഗ്യ പയലേ, പുടിങ്ങടാ അവനെ. ഒന്നും ചെയ്യില്ല. രണ്ടുപേരെ എഴുതിട്ട് അയ്യോ, மூப்பா, வள்ளி எனக்கு சிஸ்டர் மாதிரி, தங்கச்சி மாதிரி இல்ல? இல்லப்பா, போய் சொல்றாங்க. என்ன கல்யாணம் பண்றேன்னு அவர் சொன்னாரு. அது வந்து ஒரு ஜோக்கு പറഞ്ഞത്. வள்ளி தமாஷா, வள்ளியை சிரிப்பிக்கிறதுக்காக வேண்டி. ஏமாத்த பாக்குறியா? என் பொண்ண கல்யாணம் பண்ணி தான் ஆகணும். ஐயோ மூப்பா, எனக்கு வேற கல்யாணம் ஃபிக்ஸ் ஆயி போச்சு, முடிவாயி போச்சு. கல்யாணம் ஆகல, പരവായില്ല. അയ്യോ, ആയി, വളരെ മുമ്പേ ആയി. അതിലെനിക്ക് 10 കുട്ടികളുണ്ട്. അപ്പടിയാണെങ്കിലും പരവായില്ല. ഇപ്പൊ ഗർഭമുണ്ട്. എനിക്ക് ഇവരെത്താൻ വേണം. അയ്യോ ഈശ്വര, സ്പോൺസർ ഇല്ലാത്ത സീരിയല് പോലെ ആയല്ലോ എന്റെ ജീവിതം. അപ്പൊ നീ കല്യാണത്തിന് സമ്മതിക്കറിയാ? ഇല്ല 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 ഇല്ല. സാറെ സമ്മതിക്ക്. അയ്യോ വേണ്ട, ഞാൻ വലിയ കല്യാണം ചെയ്തോളാം. കാപ്പാത്തിട്ടേ മാറ്റി ബന്ധം. முதல்ல இவனை நம்ம சாதியில சேர்த்து வை. அதுக்கப்புறம் கல்யாணத்துக்கு ஏற்பாடு பண்ணலாம். മുടി മുറിക്കുമ്പോഴും കുറവയോ? ഇക്കണക്കിന് മനുഷ്യൻ ചാവുമ്പോഴും ഇവിടെ കുറവയായിരിക്കും. മുറിക്കണ എല്ലാം മുറിച്ചോ. ഇനിയിപ്പോ എന്തിന്? ശംഭു, നിഷ്കളങ്കനായ ശംഭു. അതെ, ആ നിഷ്കളങ്കത തന്നെയാണ് എന്നെ ആകർഷിച്ചത്. ഞാൻ ശംഭുവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഒരുപാട്. കാളിവനത്തിലെത്തിയിട്ട് ഇന്നേക്ക് ഒരാഴ്ച തികയുന്നു. താരേച്ചിക്ക് ഇവിടെ മടുത്തതുപോലെ 2 ദിവസമായി ആ മുഖത്തൊരു മങ്ങൽ. ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. മായേച്ചിയും എന്നോട് എന്തോ മറയ്ക്കുന്നത് പോലെ. എന്തായിരിക്കും അതിന് കാരണം? രാജേട്ടൻ നാളെ സിറ്റിയിലേക്ക് പോകും. ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ തീർന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ഇറങ്ങുക. ബൈ. അതെ, വേണമെങ്കിൽ ഞാനും കൂടെ വരാം ഒരു കമ്പനിക്ക്. വേണ്ട ശങ്കർ, ഇവിടെ ആരെങ്കിലും വേണ്ടേ? അതിനെന്താ, ഞാൻ പോരെ? ഗോവിന്ദ് വേണ്ട, ഞരമ്പ് പിടിക്കും. ഓക്കെ ബൈ താര. ഓക്കെ ബൈ. ബൈ. അതെ, മതി, ഇങ്ങ് പോര്. ഇനി കുഴപ്പമില്ല, ആ വടി കളഞ്ഞോളൂ.
നടക്കൂ. കാലിനെങ്ങനെയുണ്ട്? ഇപ്പൊ വേദനയും തോന്നില്ല. ശംഭുവേദന്റെ ചികിത്സ ഫലിച്ചു. എവിടുന്ന് പഠിച്ചു ഇത്? ഇവിടുത്തെ ആദിവാസികളുടെ അടുത്തുനിന്ന് പഠിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ വേറെ എങ്ങും കിട്ടാത്ത ഔഷധ ചെടികൾ ഈ കാളിവനത്തിലുണ്ടെന്ന്. എന്നാ ഞാൻ ഇനി ശംഭുവിനെ ഡോക്ടർ ശംഭു എന്ന് വിളിക്കാം. ദേ തേൻകൂട്. എന്താ തേൻ വേണോ? ഭാഗ്യം തേനിച്ചില്ല.
താര ഇപ്പൊ ടെൻഷൻ അടിച്ച് നാശമായിരുന്നു. ലേറ്റായതിനൊരു കാരണം കണ്ടുപിടിക്കണമല്ലോ. ആ വണ്ടിയല്ലേ കയ്യിലിരിക്കുന്നത്, ഇവന്റെ തലയെ കെട്ടിവെക്കാം. ആരാ? ഞാൻ അടുത്ത എസ്റ്റേറ്റിലുള്ളതാ. സിറ്റി വരെ പോയപ്പോ മടങ്ങി വരാൻ വൈകി. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ എസ്റ്റേറ്റ് തീരും വരെ ഒന്ന് വിട്ടാ. കേറിക്കോളൂ. എന്താ പേര്? യാമിനി. യാമിനി, നൈസ് നെയിം. സാറിന്റെ പേര് രാജ്മോഹൻ എന്നല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? സമ്മർ പാലസിൽ വന്നിട്ടുള്ള അതിഥികളെ കുറിച്ച് ഇപ്പോ ഇവിടെ എല്ലാവർക്കും അറിയാം. ഭാര്യയുടെ പേര് താര. ജനിച്ചവും വളർന്നതും ഒക്കെ ഡൽഹിയിൽ. ഇപ്പോൾ ഹണിമൂണിന് വന്നിരിക്കുന്നു. സമ്മർ പാലസിന്റെ ഉടമ രവീന്ദ്രനാഥിന്റെ മകൾ രജനിയുടെ 3 പെൺമക്കൾ, താര, മായ, രശ്മി. ഹേയ്, യു ആർ എക്സാക്ട്ലി റൈറ്റ്. നിങ്ങളെന്താ വല്ല പത്രപ്രവർത്തകമാണോ? ഈ ആദിവാസികളെ കുറിച്ച് പഠിക്കാമെന്ന ജേർണലിസ്റ്റ് അല്ല. എന്നാലും ഇത്ര കൃത്യമായിട്ട് അറിയാം, എല്ലാം അറിയാം. യാമിനി. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര നല്ല സ്ഥലമൊന്നും അല്ല ഇവിടം. ഒറ്റയ്ക്ക് എന്തായാലും വിടണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞ കൂടെ ചെല്ലാന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായാലും ഇത്രയും വൈകിയ സ്ഥിതിക്ക് കാര്യമായിട്ടെന്തോ. അങ്കിൾ ഒന്നും മിണ്ടാതിരുന്നേ. മനുഷ്യനാകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ വെറുതെ. എന്റെ അഭിപ്രായത്തിൽ രാജ് സിറ്റിലെ ബാറിൽ എങ്ങാനും കേറിയിട്ടുണ്ടാവും. അവിടെ ഇരുന്ന് 4 പെഗ് കൂടുതൽ കഴിച്ചു കാണും. അതാണ് സംഭവം. എന്താ രാജിത്ര വൈകിയത്? അല്പം വൈകി. ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? നല്ല ഫിറ്റ് ആണല്ലോ ആശാ. ചമ്പു, ഓ ഞാനെടുത്ത് വെച്ചോളാം. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഈ വിളക്കൊന്ന് പിടിച്ചാ മതി. ആ വിളക്കിങ് തരൂ. കുട്ടിയകത്ത് പോയി. ഡ്രസ് പോലും മാറ്റാതെ കിടന്നുല്ലേ? എനിക്കറിയാം, സിറ്റിന്ന് ശരിക്കും മദ്യപിച്ചിട്ടാ വന്നത്. അതുകൊണ്ടല്ലേ വൈകിയത്. കാണാതായപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? കുറച്ച് സമയം കൊണ്ട് നേരാത്ത വഴിപാടുകളില്ല. അപ്പോഴാ ഓർത്തത് ഇവിടെ വന്ന ശേഷം ഒരിക്കൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലെന്ന്. ഒന്ന് പരീക്ഷിച്ചതാവും. സംസാരിക്കാതിരിക്കണ്ട. മദ്യപിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ക്ഷീണമുണ്ടോ? കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഹസ്താംഭോജയുഗസ്ഥ കുംഭയുഗളാദിത്യത്തോയം ശിര സിഞ്ചത്തും പരേധദതം സാകേസകുംഭൗ കരോ. എങ്ങോട്ടാ രാജ്? എന്ത് നല്ല പൂക്കൾ. ഇതെവിടുന്നാ? ഞാൻ പറഞ്ഞില്ലേ വള്ളിപ്പാറയെ കുറിച്ച്. അവിടെന്നാ.
വേറെങ്ങും ഇല്ലാത്ത ഒത്തിരി പൂക്കളുണ്ട് അവിടെ, ഔഷധ ചെടികളും. നല്ല പൂക്കൾ, എനിക്ക് ഒത്തിരി ഇഷ്ടായി. താങ്ക് യു. വീട്ടുവേലക്കാരന്റെ പ്രേമോപഹാരം. സാർ, കിട്ടാത്തൊന്നും ആഗ്രഹിക്കരുത്, ഒടുവിൽ ദുഃഖിക്കേണ്ടി വരും. പോടാ, പോവാൻ. പോവാൻ. ഇറങ്ങടാ വെളിയിൽ. കൊണ്ടുപോരുത് ഇവിടെ. വെറും ഒരു ഒഴിവുകാല വിനോദമല്ല പ്രേമം, മനസ്സിലായോ? എന്തായി കാണിക്കുന്നേ? ഇവിടെ ഇന്ന് വരെ ഞങ്ങൾ ആരും വാക്കോണ്ട് പോലും നോവിച്ചിട്ടില്ല. വാ വാ. സാരില്ല. രാജ്, ആരോടാ ഈ ദേഷ്യം? എന്നോടോ? എനിക്കറിയാം, ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഒന്നീ നീ കളിക്ക്, അല്ലെങ്കിൽ തിന്ന്. ഞാനില്ല, എനിക്ക് തിന്നണം. എന്റെ ബാബു, നീ ഒരു കൈ കൂടെ കളിക്ക്. എന്റെ പുതിയ നോവലിലെ ഒരു സിറ്റുവേഷൻ മനസ്സിൽ കിടന്ന് ഇങ്ങനെ വളരുക, അത് കംപ്ലീറ്റ് ആക്കാനാ. രാജ്, സിറ്റുവേഷൻ രാജ്മോഹൻ കംപ്ലീറ്റ് ആക്കി തരും. രാജ് ഒന്നിരിക്കൂ, ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. പ്ലീസ് രാജ്, ഇരിക്കൂ. ഓക്കേ. ഇരിക്കൂ. കൊടുക്കൂ, അല്ലെങ്കിൽ എടുക്കൂ. എന്താ കൈ മുറിഞ്ഞോ? ഞാൻ പറഞ്ഞതല്ലേ ബാബു, സൂക്ഷിക്കണം സൂക്ഷിക്കണമെന്ന്. നീ കുറച്ചു നേരത്തെ വായിക്കുന്ന ഒഴിവ് കിട്ടുമല്ലോ. മതി മതി, ഇങ്ങനെ കുടിച്ചാൽ ചോര മുഴുവൻ തീരും. ചെല്ല്, അകത്ത് ഒരു ബാൻഡേഡ് ഒട്ടിക്ക്. കളിക്ക് കളിക്ക്. അതിപ്പോ എന്നോട് വേണ്ട. ഞാനിപ്പോ വരാം. എന്താ? എനിക്ക് സിറ്റുവേഷൻ കിട്ടി, ഇപ്പൊ എഴുതലേ മറന്നു. ഭഗവാനെ, എല്ലാം ഞാൻ നിന്റെ അടുത്ത് പറയാറുള്ളതല്ലേ. എന്റെ മനസ്സ് നിനക്കറിയാലോ. എന്നിട്ടും നീ എന്തിനാ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നെ? ആ പാവം ശംഭുവിന്റെ മനസ്സ് എന്തുമാത്രം ഇപ്പൊ വേദനിക്കുന്നുണ്ടാവും. കൃഷ്ണ, ഞങ്ങളെ പിരിക്കരുതേ മോളെ. നീ നീ എന്താ പറഞ്ഞേ? അതെ ചേച്ചി, ശംഭു പാവ. ശംഭുവിനെ എനിക്കിഷ്ടം. മോളെ, നീ എന്തായി പറയണേ? മമ്മിയും ഗ്രാൻഡ് പേ ഇത് അറിഞ്ഞ അവരെതിർത്ത ചേച്ചി എന്നെ സഹായിക്കില്ലേ? മോളെ, ആ ആഗ്രഹം ഇപ്പൊ തന്നെ മനസ്സിൽ നിന്ന് മാച്ചു കളഞ്ഞേക്കാം. ഈ കാളിവനത്തിലെ ഒരുത്തനെ മോഹിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല. മോഹിച്ചാൽ തന്നെ അത് നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല.
എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സിറ്റിയിൽ പോയി തിരിച്ചെത്തിയത് രാജ്മോഹൻ അല്ല. രാജ്മോഹന്റെ ശരീരത്തിൽ പ്രവേശിച്ച ആരുടെയോ പ്രേതാത്മാവാണ്. ഏ ഗോസ്റ്റ്. അങ്കിൾ അങ്കിൾ എന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല. ഞാൻ കേട്ടു. അയാൾ രാജ്മോഹൻ അല്ല, മറ്റാരോ ആണ്. അങ്കിള് പറഞ്ഞ പോലെ എ ഗോസ്റ്റ്. യെസ്, ഹീസ് എ ഗോസ്റ്റ്. താരേച്ചി, അതേ മായേ, പെരുമാറ്റത്തിലുള്ള ആ മാറ്റം. പിന്നെ പിന്നെ അയാൾക്ക് മറ്റാരുടെയോ പ്രതിബിംബമാണ് ഉള്ളത്. അതെ അങ്കിൾ, മുറിയിലെ ആൾ കണ്ണാടിക്ക് മുന്നിലൂടെ നടന്നപ്പോ അയാളുടെ റിഫ്ലക്ഷൻ അല്ല ഞാൻ കണ്ണാടിയിൽ കണ്ടത്. അത് മറ്റാരുടെ ആയിരുന്നു. ബബുലു ആന്റിയുടെ വിരലിലെ രക്തം കുടിക്കാൻ വെമ്പൽ കൊണ്ട് അയാളുടെ വായിൽ നീണ്ട 2 പല്ലുകൾ ഞാൻ കണ്ടു. പിന്നെ കൃഷ്ണ വിഗ്രഹം കണ്ടപ്പോ അയാൾ പേടിച്ച് മുഖം പൊത്തി ഓടി. Yes, the doubt is clear. He's a ghost. തീർക്കും ഞാൻ അവനെ. I will kill him. No, Shankar, no. തടയരുത് അങ്കിൾ. Let him do it. താരേച്ചി. രാജ്, 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 എന്താടാ, എന്ത് പറ്റി നിനക്ക്? പറയടാ. എനിക്കറിയാം നീ ഇപ്പൊ പഴയ രാജമോഹനല്ല. നീ വല്ലാതെ മാറിയിരിക്കുന്നു. എന്ത് പറ്റിയടാ നിനക്ക്? നിന്നോടാ ചോദിച്ചത്. നീ ആരാ? പറയടാ, പറയാൻ പറയാൻ. ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇല്ല, നീ ആരാണെന്ന് എനിക്കറിയണം. അതറിയാതെ ഞാൻ പോയില്ല. പറയടാ, പറയടാ. രാജേട്ടാ, ശങ്കർ എവിടെ? ഞാനെന്താ അവന്റെ കാവൽക്കാരനാ? മക്കളെ, നമ്മളൊരു വല്ലാത്ത കോട്ടയിലാണ് വന്ന് പെട്ടിരിക്കണേ. ചുറ്റും കിടങ്ങുകൾ കുഴിച്ചിട്ടിരിക്കുന്ന പിശാചിന്റെ കോട്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവും. ഞാൻ സിറ്റിയിൽ പോയി നിങ്ങളുടെ ഗ്രാൻഡ് പപ്പയ്ക്ക് ഫോൺ ചെയ്തിട്ട് വരാം. അതുവരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് എങ്ങും പോകരുത്. എപ്പോഴും ഒരുമിച്ചുണ്ടാവണം. എന്നെ അന്വേഷിച്ചാൽ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി.
ശംഭു ഞാനുണ്ടാകും. സാർ പോയിട്ട് വരൂ. അവൻ ഇവരെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും ഒന്ന് കഴിക്കാത്തത് കഴിക്കേ. വിഷമിക്കണ്ട, നിങ്ങളുടെ അങ്കിള് എല്ലാ വിവരവും നിങ്ങളുടെ മുത്തശ്ശനെ അറിയിച്ചിട്ടുണ്ട്. അവൻ വരും, അവൻ വരണം. അവനെയും കാത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. അവനെ കാണാൻ വേണ്ടി മാത്രം. സാറ് വണ്ടിയിൽ കയറി. മാഡം വണ്ടി കയറി. സാർ സാർ സ്റ്റേഷൻ. ബ്ലഡോ സാർ, നിങ്ങളുടെ കുട്ടികൾ അവരറിയിച്ചതുപോലെ തന്നെ കാട്ടുതീക്ക് നടുവിലാണ്. പഞ്ചാഗ്നിയുടെ നടുവിൽ. പഞ്ചാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു യുദ്ധം തന്നെ വേണ്ടിവരും. ചിന്നസ്വാമി, അയ്യാ, എന്താ ചിന്നസ്വാമി ഇവിടെ നടക്കുന്നത്? ഒന്നും തെരിയില്ലയ്യാ. കേട്ടതൊന്നും നമ്പ മുടിയില്ല. നേരെ കാണുന്നൊന്നും വിശ്വസിക്കാനും കഴിയുന്നില്ല. മക്കളെവിടെ? അകത്തേക്ക് ചെന്നാട്ടെ. ഇവിടുത്തെ വാച്ചറായിരിക്കും അല്ലെ? അതെ, വർഷങ്ങളാച്ച്. വയ്യാത്തത് കൊണ്ടിപ്പോ സഹായത്തിന് പേരക്കുട്ടിയുണ്ട്, ശംഭു. സാറ് ആദിശേഷൻ, പോലീസ് കമ്മീഷണറാ. രവീന്ദ്ര സാറിന്റെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. വന്നത് ரொம்ப നന്നായി.
അകത്തേക്ക് ചെന്നാട്ടെ. ഇവിടെ കാണുമല്ലോ. കാണണം. അമ്മേ, ദേവി. ഏയ്, നിങ്ങൾ എന്തിനാ കരയുന്നേ? കരയാതെ ഗ്രാൻഡ്പ മോളെ. വന്നില്ലേ? ഇനി ഒന്നും ഉണ്ടാവില്ല. അല്ല ഗോവിന്ദ്, രാജ്മോഹനും ശങ്കറും അവിടെ? അതെല്ലാം വിശദമായിട്ട് പറയാം. ഫോണിലൂടെ അതൊന്നും പറയാൻ കഴിഞ്ഞില്ല. നീ എന്താ നിന്ന് വിറയ്ക്കുന്നേ? അത് ബബിലു ഐസ് വാട്ടർ എടുത്ത് മേത്തൊഴിച്ചു. എന്താ ഗോവിന്ദ്, തെളിച്ചു പറ. രാജ്മോഹനും ശങ്കർ എന്താ നിർത്തിക്കളഞ്ഞത്? പറയൂ, അവരെവിടെ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. രാജ്, വാട്ട് ഈസ് ഹാപ്പനിങ്? ഹേയ്, നത്തിങ്. ഇതൊക്കെ ഇവരുടെ വെറുതെ. രാജ്മോഹൻ. അത് രാജ്മോഹൻ അല്ല കമ്മീഷൻ അങ്കിൾ. He's a devil, ghost. What? അതെ ഗ്രാൻഡ്പ, അത് രാജല്ല. മോളെ, നീ എന്തായി പറയുന്നേ? അച്ഛാ, കുട്ടികളാകെ ഭയന്നിരിക്കുക. നോ മമ്മി, താരേച്ചി പറഞ്ഞത് സത്യം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഗോവിന്ദ്, എന്താ ഇതൊക്കെ? അൺവിശ്വസിക്കബിൾ ട്രൂത്ത്. 3-4 ദിവസമായി ശങ്കർലാലിനെ കാണാനില്ല. ഇപ്പൊ വന്നത് രാജ്മോഹനല്ല, രാജ്മോഹന്റെ ശരീരത്തിൽ മറ്റാരുടെയോ. നോൺസെൻസ്. അതെ ഗ്രാൻഡ്പ, എല്ലാം സംഭവിച്ചതാണ്. ഇനി ഇവിടെ നിൽക്കണ്ട, പോകാം നമുക്ക്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം. സർ, പോകാൻ ഒരുങ്ങും മുമ്പ് അല്പം ചിന്തിച്ചേ മതിയാവും. ശേഷൻ, ഞാനിപ്പോ വരാം. അരുത്, എന്റെ പിന്നാലെ അലയരുത്. നീ എന്റെ ശത്രുവല്ല, ഞാൻ നിന്റെയും. സുഹൃത്തിന് തുണയ്ക്കായി വന്നതാണ് ഞാൻ. ആ ദൗത്യം പൂർത്തിയാക്കിയേ ഞാൻ പോകൂ. തുണക്കാരൻ അത് ചെയ്താൽ മതി, സംഹാരമൂർത്തി ആവണ്ട. മഹാമന്ത്രങ്ങൾ ഉരുവിട്ട് സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഇല്ലത്ത് നിന്നാണ് ആദിശേഷം വരുന്നത്. ദുഷ്ടശക്തികളെ ഒരിക്കലും വെറുതെ വിടില്ല ഞാൻ. ദുഷ്ടശക്തി ആരെന്നറിയാതെ മന്ത്രങ്ങളുടെ ഭാണ്ഡം അഴിക്കരുത്. ക്ഷമിക്കണം, എനിക്ക് കൂറ് ജീവിച്ചിരിക്കുന്ന മനുഷ്യനോടാണ്, പ്രേതാത്മാക്കളോടല്ല.
എന്താ എന്തു പറ്റി? എല്ലാം വേഗം പാക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ അകത്തേക്ക് പോയതാ. കരച്ചിൽ കേട്ട് ചെന്ന് നോക്കിയപ്പോ റാന്തൽ വിളക്കിൽ നിന്നാന്ന് തോന്നുന്നു. തീ പടർന്ന് കൈ മൊത്തം പൊള്ളി. അണഞ്ഞിരുന്ന റാന്തൽ വിളക്കുന്ന തീ വരണേ. റാന്തലിന്റെ ഷാറ അടിച്ച പൊള്ളു അങ്കിൾ. ബാബു നീ പെട്ടിയെടു, നമുക്ക് പോവാം. നിൽക്ക്, ആരും പോകരുത്. കാണാതായ ശങ്കർലാലിനെ രാജ്മോഹന്റെ യാഥാർത്ഥ്യം കണ്ടെത്തും വരെ ആരും ഇവിടുന്ന് പോകാൻ പാടില്ല. അഥവാ ശ്രമിച്ചാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. എന്റെ കാര്യം പോക്ക. ഈ ബംഗ്ലാവിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം സാറിനറിയാം. ശേഷൻ, what do you mean? I mean what I said. എന്റെ മനസ്സും പറയുന്നു ഏതോ ഒരു അമാനുഷിക ശക്തി ഇതിന്റെ പിന്നിലുണ്ടെന്ന്. മാനുഷിക ശക്തിയും ഇതിന്റെ പിന്നിലുണ്ട്. ആദ്യം അത് കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ അമാനുഷിക ശക്തിയെ കണ്ടെത്താൻ കഴിയൂ. What nonsense you are talking? ഇക്കാലത്ത് എവിടെയോ പ്രേതം വിശ്വാസമൊക്കെ മറച്ചു വെക്കാൻ ശ്രമിക്കരുത് സർ. നമ്മളിൽ ഒരാളെങ്കിലും ഈ സമ്മർ പാലസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, അങ്ങയുടെ തറവാട്ടിലെ ഒരു ജീവനെങ്കിലും ബാക്കി നിൽക്കണമെങ്കിൽ എന്നോട് സഹകരിക്കണം. ഒട്ടും പ്രതീക്ഷിക്കാതെ ഏറ്റെടുക്കേണ്ടി വന്ന ഈ ദൗത്യം കാരണവന്മാർ ചൊല്ലിത്തന്ന മന്ത്രങ്ങൾ കുട്ടിക്കാലം മുതൽ മനസ്സിൽ ഉരുവിട്ട് പഠിച്ചതുകൊണ്ട് പിഴക്കില്ലെന്ന എന്റെ വിശ്വാസം. അത് വിജയിക്കണമെങ്കിൽ എനിക്കെല്ലാം അറിഞ്ഞേ തീരൂ. പ്ലീസ് സർ. ഞാൻ പറയാം. അച്ഛനത് പറയാൻ കഴിയില്ല. അച്ഛനത് പറയില്ല. ഗുരു കാരണവന്മാരിലാരോ മനസ്സിലിരുന്നു പറയുന്നത് പോലെ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന്. കമോൺ, വിശദമായി പറയൂ. കൊടുങ്കാടായിരുന്ന കാളീവനത്തിലെ കുടിയേറ്റക്കാരായിരുന്നു ഞങ്ങളുടെ കുടുംബവും അച്ഛന്റെ ആത്മസുഹൃത്തായിരുന്ന മുഹമ്മദ് ബാബുക്കയുടെ കുടുംബവും. മുഹമ്മദ് കയും ആമിന ഉമ്മയും മകൻ ഗസൽ ബാബു. ഇപ്പുറത്ത് ഞാനും അച്ഛനും അമ്മയും. ആദ്യം ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ വലുതായതോടെ പിന്നെ ശരിക്കും ജന്മികളായി മാറി. ഇവിടെ ഈ സമ്മർ പാലസിൽ രണ്ടു മതക്കാരാണെങ്കിലും ഒരു കുടുംബമായിട്ട് ഞങ്ങൾ ജീവിച്ചു. കിളിമരച്ചില്ലകളിൽ പുലരികൾ തോരയിടും നിറമുള്ള ദാവണികൾ നീയണിഞ്ഞ മേനി ചന്തങ്ങൾ. കിളിമരച്ചില്ലകളിൽ പുലരികൾ തോരയിടും നിറമുള്ള ദാവണികൾ നീയണിഞ്ഞ മേനി ചന്തങ്ങൾ. കിളിമരച്ചില്ലകളിൽ
ചിറ്റാറിൻ മുത്തേ മൂവന്തിക്കൂട്ടിലെ തത്തേ കിളിമരച്ചില്ലകളിൽ പുലരികൾ തോരയിടും നിറമുള്ള ദാവണികൾ നീയണിഞ്ഞ മേനി ചന്തങ്ങൾ കിളിമരച്ചില്ലകളിൽ യവനികയ്ക്കുള്ളിലേതോ പ്രണയം തേങ്ങുമ്പോൾ കളിയരങ്ങിൻ കമലദളം വിടർന്നുവോ മുന്നിൽ കാറ്റായി നിന്നെ പൊതിഞ്ഞു കണ്ണീരു നമ്മൾ മറന്നു കുഞ്ഞായി തീരും മോഹത്തെ നീയുറക്കൂ കിളിമരച്ചില്ലകളിൽ പുലരികൾ തോരയിടും നിറമുള്ള ദാവണികൾ നീയണിഞ്ഞ മേനി ചന്തങ്ങൾ കിളിമരച്ചില്ലകളിൽ പാടി അങ്ങോട്ട് രക്ഷപ്പെടാന്ന് കരുതി അകത്തുകൂടാ അങ്ങോട്ടല്ല ഇങ്ങോട്ട് അവളെ വിടാൻ വിട്ടു ഞാൻ പോവാ രജനി 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 ഒളിച്ചിരിക്കാനൊന്നും ശ്രമിക്കണ്ട എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും കൊല്ലക്കുടില്ല മോളെ സൂചി വിൽപ്പന ഓ ഇയാള് വലിയൊരു കൊല്ലൻ. അതെ ഞാനൊരു കൊല്ലൻ തന്നെയാ. ഒരു കൊച്ചു ഹൃദയം ഈ നെഞ്ചിനകത്തിട്ട് ഉരുക്കി മിനുക്കി രണ്ടും കൂടി ഒന്നാക്കി മാറ്റണ ഒരു കൊച്ചു കൊല്ലൻ. കൊള്ളാം കൊള്ളാം. വീണെടുത്ത് കിടന്ന് ഉരുളരുത്. പറഞ്ഞ വാക്കിൽ പിടിച്ച് കഥയുണ്ടാക്കാനുള്ള ഭാവനയുണ്ട്. വേണമല്ലോ. ഒരു അഡ്വക്കേറ്റിന് ആദ്യം വേണ്ട കഴിവും അത് തന്നെയല്ലേ. ഉടുപ്പ് കിട്ടട്ടെ എന്നിട്ട് ചേർക്കാം ആ വാല്. അഡ്വക്കേറ്റ് ഗസൽ ബാബു BA LLB. എങ്ങനെയുണ്ട്? കൊള്ളാം. ആട്ടെ നീ എന്താ എന്നോട് അത്യാവശ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? എന്താ അത് ചോദിച്ചപ്പോ പെട്ടെന്ന് മുഖം മങ്ങിയത്? ഏയ് ഒന്നുമില്ല. എന്തായാലും താൻ കാര്യം പറയടോ. വേറൊന്നുമല്ല ഗസൽ. ഈയിടെയായി അച്ഛന്റെ രീതികളിലൊക്കെ എന്തെല്ലാമോ മാറ്റങ്ങൾ കാണുന്നു. മാറ്റമെന്ന് വെച്ചാ? ഗസലിന്റെ ബാപ്പയെ അറിയിക്കാതെ അച്ഛൻ പുതിയ ബിസിനസ്സുകൾ എന്തൊക്കെയോ ചെയ്യുന്നു. എല്ലാം ഒളിപ്പിച്ചു വെക്കാനുള്ളൊരു ശ്രമം. അതൊക്കെ രജനിക്ക് വെറുതെ തോന്നുന്നതാ. ആയിരിക്കാം. പക്ഷേ തീരുമാനിച്ചു വെച്ച നമ്മുടെ കാര്യത്തിലും അച്ഛൻ ഇപ്പൊ എന്തോ ഇഷ്ടക്കേടുള്ളത് പോലെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ കറുത്ത കോട്ടണിയുന്ന അന്ന് നമ്മുടെ കാര്യം തീരുമാനിച്ചിരിക്കും. അതിന് യാതൊരു മാറ്റവും ഇല്ല. യുവർ ഓണർ. ഇല്ല, ഈ ഹറാമായ പ്രവൃത്തിക്ക് മുഹമ്മദ് കൂട്ടു നിൽക്കില്ല. 5 നേരവും പടച്ചവനോട് ചെയ്തു തന്ന നന്മയ്ക്കൊക്കെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവനായി ഞാൻ. എനിക്കിതിന് നിന്റെ കൂടെ പങ്കുചേരാനാവില്ല. മമതേ, ഈ കള്ളച്ചാരായം വാറ്റിലും കഞ്ചാവ് കൃഷിയും നമ്മളല്ല ഈ ലോകത്തിൽ ആദ്യം കണ്ടുപിടിച്ചത്.
കോടീശ്വരന്മാരായ പലരുടെയും ഉയർച്ചയ്ക്ക് പിന്നിൽ നീ ഹറാമെന്ന് പറഞ്ഞു തള്ളിയ ഈ ലാഭക്കച്ചവടത്തിന്റെ കഥകളാണുള്ളത്. ചുരുക്കം ചിലരുണ്ടാവും, പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് നീ പറയരുത്. നീ വെറുതെ തർക്കത്തിന് നിൽക്കണ്ട. ഒരുപാട് കഷ്ടപ്പെട്ടാ ഇവിടെ വരെ എത്തിയത്. അത് ഏട്ടിപ്പിക്കാനല്ലാതെ നശിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല. മനുഷ്യൻ കൂട്ടിയാ കൂടുന്ന കണക്കിനൊക്കെ ഒരു പരിധിയുണ്ട് രവീന്ദ്ര. അതിനപ്പുറം കൂട്ടിയാ പടച്ച തമ്പുരാൻ അത് കിഴിക്കും. പിന്നെ തുടങ്ങേണ്ടി വരും 1 മുതൽ. മുഹമ്മദ് എന്നെ കണക്ക് പഠിപ്പിക്കുകയാണോ? അല്ല, നിന്റെ കണക്ക് തെറ്റാതിരിക്കാൻ ഉപദേശിച്ചതാ. എന്തും ഒപ്പം പങ്കുവെച്ച കൂടപ്പിറപ്പുകൾ എന്ന നിലയിൽ. അപ്പോ ഈ ബിസിനസ്സിൽ നീ എന്നോടൊപ്പം ഇല്ല? ഇല്ല. എന്നാ നമുക്ക് പിരിയാം. രവീന്ദ്ര. അതെ, രവീന്ദ്രൻ തന്നെയാ പറയുന്നത്. അവസാന തീരുമാനമാണോ? അതെ. നീ ഇതെങ്ങനെ പിരിക്കും? നമ്മൾ ഒരുമിച്ചുണ്ടാക്കിയ ഈ ബംഗ്ലാവ് പോലും 2ആയി മുറിച്ചിട്ടോ? അതിന്റെ ഒന്നും ആവശ്യം വരില്ല. മുഹമ്മദിനും ആമിനയ്ക്കും മകനും വെറും കൈയോടെ ഇറങ്ങാം. ആദ്യമായി ഇവിടെ വന്നപ്പോ കൊണ്ടുവന്ന ആ ഇരുമ്പ് പെട്ടിയില്ലേ, അതെടുത്തോളൂ. മനസ്സിലായില്ല. ഈ സ്വത്തുക്കളെല്ലാം എഴുതിയിരിക്കുന്നത് എന്റെ പേരില, എന്റെ പേരിൽ മാത്രം. അപ്പോ നീ എന്നെ ശരിക്കും ചതിക്കുകയായിരുന്നു അല്ലേ? ചതിയെന്നോ വഞ്ചനയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ അത് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. തെളിവുകൾ, രേഖകൾ അതല്ല എന്റെ ഭാഗത്ത്. അല്ലടാ, എന്റെ ഭാഗത്തുണ്ട് രേഖകൾ. എന്റെ പടച്ചോന്റെ കയ്യിൽ. രേഖ കൊള്ളാം, കോടതിയിൽ അതെടുത്തിട്ട് ഇതെടുക്കും. പക്ഷേ അത് നീ മുകളിലോട്ട് പോണം. വെട്ടിയെടുത്ത് ഇറങ്ങണ നായിന്റെ മോനെ. സ്നേഹത്തിന് മുമ്പിൽ നിയമം നോക്കാൻ ഞാൻ മറന്നു. പക്ഷേ ഇന്നൊരുത്തനുണ്ട് എന്റെ കൂടെ, നിയമം അറിയാവുന്ന എന്റെ മകൻ. അവൻ നിന്നെ വെറുതെ വിടില്ല. രവീന്ദ്ര, നീ ഇത് ചെയ്തല്ലോ. കഥ ഓർക്കുമ്മ. രജനി, രജനി. രജനി, രജനി, എന്താ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ലേ ഗസൽ, അച്ഛന്റെ മാറ്റത്തെ കുറിച്ച്. അത് സത്യമായിരുന്നു. പാപ്പയെ ഉമ്മയെ അച്ഛൻ കൊന്നു. കത്തിക്കടാ. വേണ്ട അയ്യ, അയാളെ വിട്ടേക്ക്. വേണ്ട അയ്യ. പെട്രോൾ ഒഴിച്ച് കത്തിക്കട 3. വേണ്ട അയ്യ, വേണ്ട. അയാളെ കത്തിക്കണ്ടെന്ന് പറ. വേണ്ട. ഇവിടുന്ന് നേരെ പോയത് ദില്ലിയിലേക്ക്. ദിവസങ്ങളോളം ഇരുന്ന് കരഞ്ഞു. പിന്നീട് അച്ഛൻ നിർബന്ധിച്ചപ്പോ ഒരാളുടെ മുമ്പിൽ കഴുത്ത് നീട്ടി. ശരത്. 10 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇങ്ങോട്ട് വരാൻ വാശി പിടിച്ചപ്പോ ഈ കഥകളെല്ലാം പറയണമെന്നുള്ളത് കൊണ്ട് ഞാൻ തടഞ്ഞില്ല. പക്ഷേ അവിടെ നിന്നും ദുരന്തങ്ങൾ ആരംഭിച്ചു. ഡാഡിയുടെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് മാത്രമേ
മക്കളെ അറിയിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് അവരിങ്ങോട്ട് പോരാൻ വാശി പിടിച്ചപ്പോ എനിക്ക് തടയാൻ കഴിഞ്ഞില്ല. മുത്തശ്ശൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ അവരും അനുഭവിക്കേണ്ടി വന്നു. ഇനി അവരുടെ ജീവൻ കൂടി നഷ്ടപ്പെട്ട ഇല്ല, ഇനിയൊരു ദുരന്തം സംഭവിക്കില്ല. ഞാനത് സമ്മതിക്കില്ല. കർമ്മം തുടങ്ങിയാണ്. ഒരു സംശയം. ഒരന്യജാതിക്കാരന്റെ ആത്മാവിനെ അടക്കാൻ നിങ്ങളുടെ കർമ്മങ്ങൾക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് മാത്രമേ ജാതിയും മതമുള്ളൂ. ആത്മാക്കൾക്ക് എന്ത് ജാതി? പൈശാചിക ശക്തി ഏതായിരുന്നാലും ദൈവിക ശക്തിക്ക് മുമ്പിൽ അവർ കീഴടങ്ങും. മന്ദസ്മിതോയുഖീം മന്ദമന്ദം ദേശി വരൈവ് ശംഭും ജഗന്മോഹിനി വന്ദേ ദേവമനീന്ദ്ര വന്ദിതപദാമിഷ്ടാർദദാം പാർവതി. ശംഭു, ശത്രുസംഹാര പൂജയ്ക്ക് ആവശ്യമായ നെല്ല്, അരി, നെയ്യ്, കടുക്, യവം, എള്ള് എന്നീ 6 ദ്രവ്യങ്ങളും നീ ഉടനെ ഒരുക്കണം. ഇനി ഒട്ടും വൈകിക്കണ്ട. എനിക്കെതിരെ ഒരു കാര്യത്തിലും നീ കൂട്ടു നിൽക്കരുത്. നിന്നാൽ അവർക്കാർക്ക് ഇനി ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എഴുന്നേൽക്ക്. ഉപദ്രവിച്ചു അല്ലേ? എന്റെ ജീവൻ പോയാലും ശരി, ഈ കർമ്മം നടത്താൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യും. വാ. ശങ്കർ സാർ, ശങ്കർ സാർ. ശങ്കർലാലോ? മൈ ഗോഡ്. കരയരുത്. ഇനി ആരും കരയരുത്. പ്രാർത്ഥിക്കുക. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ദൈവം വലിയവനാ. ഓം ദുർഗായ ഓം ദുർഗായ ഓം ശക്തി സ്വാഹ.
ഓം ശക്തി സ്വാഹ ഓം ശക്തി സ്വാഹ ഓം ശക്തി സ്വാഹ ബ്രഹ്മർഷി അഷ്ടിചന്ദ ഓം മഹാപർവത മഹാബ്ദി മഹാഗ്നി മഹാവായു മഹാദര മഹാ ആകാശദേവത ഗും ബീജം ഹ്രീം ശക്തി മമാഭീഷ്ട ആകർഷണേ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ സ്വാഹ പർവ്വതധ്യാനം മഹാധ്യാനം ആകാശധ്യാനം മഹാഗ്നിധ്യാനം നാളെ പുലരും വരെ ഈ ബംഗ്ലാവ് വിട്ട് ആരും പുറത്തു പോകരുത്. നാളെ പൗർണമിയാണ്. പ്രേതാത്മാക്കൾക്ക് ശക്തി കുറയുന്ന ദിവസം. അതുവരെ കാത്തിരുന്നേ പറ്റൂ. എല്ലാവരും ഈ യന്ത്രം ധരിച്ച് പോയി കിടന്നുറങ്ങിക്കോളൂ. ഓം ദുർഗായേ ശക്തി. 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 സ്വാമി ദുർഗായേ ശക്തി. ഇയാളും ധരിച്ചോളൂ. കയ്യില് ഓം ദുർഗായേ ശക്തി. വരൂ. ശക്തി സ്വാഹ. ശക്തി സ്വാഹ. അവനാണോ എന്റെ കുടുംബത്തിന്റെ തായ്വേര് പറിക്കാൻ ശ്രമിക്കുന്നത്? ജീവിച്ചിരുന്നപ്പോ എന്റെ നേരെ ഒരു ചെറുവിരൽ ചൂണ്ടാൻ അവന് കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ ചത്ത ആവിയായി കഴിഞ്ഞപ്പോ അന്ധവിശ്വാസം മണ്ണാങ്കട്ട. സാറേ. ആ ആരാ? ചിന്നസ്വാമിയാ? അതെ. എന്താ? ഒന്നിങ്ങി വന്നേ സാറേ. ആ ചിന്നസ്വാമി, ചിന്നസ്വാമി. പിന്നെ എവിടെ ചിന്നസ്വാമി? എവിടെ നീ ചിന്നസ്വാമി? എന്നെ ഒരു പുല്ലും ചെയ്യാൻ ഒരുത്തിനും പറ്റില്ല. അതും രൂപമില്ലാത്തൊരു ശക്തിക്ക് മുന്നിൽ കീഴടങ്ങുന്നവനല്ല ഈ രവീന്ദ്രൻ. ആ ഇവനെവിടെ? ശക്തി സ്വാഹ സ്വാഹ. ആരാത്? നീ ഇത് എവിടെയായിരുന്നു രാജ്? ഞാൻ രാജ്മോഹൻ അല്ല,
ഗസൽ ഗസൽ ബാബു. അതേടാ, നിന്നെ മാത്രം കാത്തി കാളിവനത്തിൽ ഗതി കിട്ടാതെ അലഞ്ഞവൻ, കൂടപ്പിറപ്പിനെ പോലെ നിന്ന് എല്ലാം ചതിച്ച് സ്വന്തമാക്കിയിട്ട് 3 ജീവിതങ്ങളെ ചുട്ടിച്ചാമ്പലാക്കിയപ്പോ നീ കരുതിയില്ലല്ലേ ഒരിക്കൽ അതേ ഇടത്ത് തന്നെ ശിക്ഷ ഏറ്റുവാങ്ങാൻ നിനക്ക് നിൽക്കേണ്ടി വരുമെന്ന്? ഗസൽ മോനെ, എന്റെ അറിവില്ലായ്മ ചെയ്താണ്, എനിക്ക് മാപ്പ് തരണം. മാപ്പ് നിനക്ക് ഇല്ല, ഒരിക്കലുമില്ല. ഇന്ന് നിന്റെ അന്ത്യം ഇതേ ഇടത്ത് തന്നെ, നീ ഞങ്ങളെ ഹോമിച്ച ഇതേ ഇടത്ത് തന്നെ. വിടില്ല ഞാൻ.
അമ്മാവ, എന്താ കുഞ്ഞേ? വർഷങ്ങളായി ഞങ്ങളുടെ ഈ ബംഗ്ലാവും സ്വത്തുക്കളും കാത്തു സൂക്ഷിച്ചത് അമ്മാവനാണ്. പക്ഷെ ഇപ്പോ തിരിച്ചു തരാനായിട്ട് എന്റെ കയ്യിലൊന്നുമില്ല. മറ്റൊന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? അങ്ങയുടെ പേരക്കുട്ടിയെ എനിക്ക് തരണം, എന്റെ മരുമകനായിട്ട്. കുഞ്ഞെന്തായി പറയുന്നേ? ഇല്ല, ഈ ബന്ധം ഒരിക്കലും ചേരാത്തതാ. രശ്മി മോൾ എവിടെ? എന്റെ ശംഭു എവിടെ? ചിന്നസ്വാമി, പണമോ പ്രതാപമോ ഒന്നുമല്ല കാര്യം. നന്മയാണ് മനുഷ്യന് വേണ്ടത്. പരസ്പരം സ്നേഹിച്ചവരെ വേർപെടുത്തിയതിന്റെ പേരിൽ ഒരുപാട് ദുരന്തങ്ങൾ ഈ കുടുംബം അനുഭവിച്ചു കഴിഞ്ഞു. അങ്കിള് പറഞ്ഞ സത്യം. ഒരുപക്ഷെ അങ്കിൾ ഇല്ലായിരുന്നെങ്കിൽ ഇതിലേറെ ദുരന്തങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുമായിരുന്നു. ഒരിക്കലും തീരില്ല ഞങ്ങൾക്ക് അങ്ങയോടുള്ള കടപ്പാട്. അമ്മാവ, ഇനിയൊരു ദുരന്തം കൂടി താങ്ങാൻ ഞങ്ങൾക്കാവില്ല. ഞാനത് സമ്മതിക്കില്ല. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ. എന്റെ അനുഭവം എന്റെ മോൾക്കുണ്ടാവാൻ പാടില്ല. അങ്ങ് ഇവളെ അനുഗ്രഹിക്കണം, മരുമകളായി സ്വീകരിക്കണം. ശംഭു മോളെ, ഇപ്പൊ സന്തോഷായില്ലേ? കഥ ഇവിടെ തീരുന്നില്ല, തുടരും. मध्यम पृथ्वी यज्जनभ्यं यास्तुर्जस्तन्वस्संबभूः दासूनो धेयभीनः पवस्व माता गिरयस्ते पर्वता हिमवन्तोरण्यं ते पृथिवीस्यो नमस्तु वक्रुं कृष्णां रोहिणीं विश्वरूपां ध्रुवां भूमिं पृथिवीं इन्द्रमुक्ता अजितो हतो अक्षतो यष्टां पृथिवीम् अहम् यत्ते मध्यं पृथिवी यज्जनभ्यं यास्तुर्जस्तन्वस्संबभूः दासूनो धेयभीनः पवस्व माता गिरयस्ते पर्वता हिमवन्तोरण्यं ते पृथिवीस्यो नमस्तु वक्रुं कृष्णां रोहिणीं विश्वरूपां ध्रुवां भूमिं पृथिवीम् इन्द्रमुक्ता अजितो हतो अक्षतो यष्टां पृथिवीम् अहम् यत्ते मध्यं पृथिवी यज्जनभ्यं यास्तुर्जस्तन्वस्संबभूः दासूनो धेयभीनः पवस्व माता गिरयस्ते पर्वता हिमवन्तोरण्यं ते पृथिवीस्यो नमस्तु वक्रुं कृष्णां रोहिणीं विश्वरूपां ध्रुवां भूमिं पृथिवीम् इन्द्रमुक्ता अजितो हतो अक्षतो यष्टां पृथिवीम् अहम् यत्ते मध्यं पृथिवी यज्जनभ्यं